എന്ത് പൈസ തൊട്ട് ഉരുങ്ങിയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പെണ്ണുങ്ങളെ കാണുമ്പോ ഭയങ്കര ഉളക്കം ഇപ്പുറത്ത് വന്നി കൊച്ചിത് ശരിയാക്കിട്ടുണ്ടല്ലോ. അതെ, നീ ഇപ്പുറത്ത് വന്നിരുന്നു. എന്ത് വാവൻ എന്റെ കൈ കയറി പിടിച്ചോ, അതോ എന്റെ തോളി കൈ ഇട്ടോ? ഒരൊറ്റ അടി വെച്ചെന്നാ മാറാ. എനിക്ക് ഇത്തിരി സ്വാതന്ത്ര്യം വേണം സോഹ. എനിക്ക് ഇച്ചിരി സമാധാനം വേണം. എന്തേലും ചെയ്യും. ആര് പറഞ്ഞു? ഞാനാ നിങ്ങളുടെ കാത്തു. സോഹ, ഇതാണ് എന്റെ ബെസ്റ്റ്. എന്റെ ബെസ്റ്റി ആശ്രാമത്തോട്ട് വാ, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചിട്ട് പോവാന്നേ. ഓ, ഞാൻ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഒക്കെ ചെയ്ത് എന്നോട് പ്രതികാരം തീർക്കുവാ അല്ലേ? എന്റെ പൊന്നു കൊച്ചെ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എനിക്ക് മറ്റേ ഓപ്പോസിറ്റ് ഡയലോഗ് അടിക്കാൻ സമയമായി. എന്റെ ബെസ്റ്റ് ഇപ്പൊ പോകും. പടത്തിന് പോണ്ടേ? ടിക്കറ്റ് ബുക്ക് ചെയ്ത്. അളിയ, ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തേ. കളിയാക്ക. എടി, ഞാൻ ഇപ്പൊ വരാവേ. ഇതെവിടെ പോകും? എനക്ക് കൂട്ടുകാരോടൊക്കെ കറങ്ങാൻ പോക്കൂടെ? നീ എപ്പോഴും സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞ് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നില്ല. കുറച്ച് പ്രൈവസി. എനിക്ക് മനസ്സിലാവേണ്ടത് കുറെ പെണ്ണുങ്ങൾ. അതെ, നമ്മൾ തമ്മിലുള്ള അടുപ്പം കൂടെ ഒത്തു പോകുന്നില്ല. ഇത്ര അടുപ്പം മതിയോ സോഹ? അതെ, നമ്മൾ തമ്മിലുള്ള വൈബ് അങ്ങോട്ട് സെറ്റ് ആവണില്ല. 5 മിനിറ്റ് സാർ, ഞാൻ ഇപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്യാം. ചായ ഇങ്ങട്. നീ എന്താ പുതിയ പാവിന് ഓർഡർ ചെയ്തു? പാവയല്ല, പാപിയായ നിന്റെ അച്ഛൻ. ഞാൻ ബോറടിച്ചിരുന്നപ്പോഴാണ് നിന്റെ അച്ഛൻ വന്നത്. ഞാൻ ഗ്യാസ് ഓഫിട്ട് വരാൻ കേട്ടോ, എന്നിട്ട് മുടി റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് തരാം. അറിയാണ്ട് ഇവനോട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഈ വീട്ടു ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ വിഷമം എന്താന്ന് ഇവൻ അറിയില്ല. അന്ന് ഇവൻ ജോലി നിർത്തിയിട്ട് എന്നെ പണിക്ക് വിട്ടു തുടങ്ങി. സോനു, ആ പാത്രം ഒന്നൊന്ന് കഴുകി തരണേ. ഞാൻ ജോലി കഴിഞ്ഞ് വന്നോളൂ, ഈ പാത്രം കൂടെ കഴിവണം. ഇതുപോലായിരുന്നു ഞാനും. ജോലി കഴിഞ്ഞ് വരുന്നു, പാത്രം കഴിയുന്നു, തറ തടയ്ക്കുന്നു. 7 മണിക്ക് ഓഫീസിൽ പോണ ഇൻസ്പെക്ഷൻ ഉള്ളതാ. അയ്യോ സോനു, ഞാൻ രാത്രി സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാത്രി 12 മണിക്ക് പോയിട്ട് രാത്രി 3 മണിക്ക് വരാം. അപ്പൊ ഉറക്കോ? 3-4 വർഷമായിട്ട് ഞാൻ ഉറക്കം എന്താന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞാൻ പോയി ഗ്യാസ് തിളപ്പിച്ചിട്ട് അതിനകത്ത് പാലിട്ടിട്ട് അതിനകത്ത് കുറച്ച് തേയിലിട്ട് എന്ത് രസമുള്ള പണി. ഈ സൺഡേ കല്യാണത്തിന് പോവാനേ എന്റെ ഡ്രസ്സ് ഒന്നും ഇല്ല. അപ്പൊ നീ പകരം വീട്ടുവാ അല്ലേ? എന്റെ മോഡിലേഷൻ ശരിയാവത്തോണ്ടാ തോന്നുന്നു. ഒരാഴ്ചയായിട്ട് നിനക്ക് മനസ്സിലാവാത്ത. സോനു, ഇന്നത്തെ ഡേറ്റ് ഏതാന്ന് ഓർമ്മയുണ്ടോ? വെഡിങ് ആനിവേഴ്സറി അല്ലേ? വെഡിങ് ആനിവേഴ്സറി എന്നാണോ? 20. ഞാൻ ജനിച്ച ഡേറ്റ് പോലും എനിക്ക് ഓർമ്മയില്ല. ആകെ ഓർമ്മയുള്ളത് കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, EMI ഒക്കെയാ. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ സമയമുണ്ടോ? സംസാരിക്കാൻ പോകാം. 1 മിനിറ്റ്. ഹലോ സാർ, 5 മിനിറ്റ് ഞാൻ ഇപ്പൊ എന്റെ പൊண்ணു സുഖം. നീ ഇനി ജോലി കഴിഞ്ഞ് വരുമ്പോ ഞാൻ ഒന്നും പറയത്തില്ല. ആണുങ്ങളുടെ പടം എനിക്ക് ഇപ്പഴാ മനസ്സിലായ. കേട്ടോ ബർത്ത്ഡേ വിഷയത്തിന്. ആരെ ബർത്ത്ഡേ? നിന്റെ. ഓ, എന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ? അത് എനിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നെ എന്തിനാ നീ ഓർത്തിരിക്കുന്ന? എന്തായാലും ഞാൻ ഇനി അടുത്ത ആഴ്ച നമ്മുടെ 2 മാസത്തെ ആനിവേഴ്സറി വരുന്നുണ്ടല്ലോ, അത് വിഷയം. 2 മാസത്തെ ആനിവേഴ്സറി ഇതൊക്കെ ആരെങ്കിലും സെലിബ്രേറ്റ് ചെയ്യോ? ഭ്രാന്താണോ? ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ വിഷയത്തിന് നിങ്ങൾ 1 മണിക്കൂർ പോസ്റ്റ് ആക്കിയതിനൊക്കെ നീ അടി കൂടുവെന്ന്. സോഹ, നീ എന്നെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ചെന്നും പറഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള 2 മണിക്കൂർ അടികൂടി വേസ്റ്റ് ആക്കണോ? ഒരു ഗുഡ് മോർണിംഗ് പോലും തിരിച്ചേക്കത്തില്ല. എന്തൊരു പെണ്ണുണ്ടോ? ഞാൻ ഗുഡ് മോർണിംഗ് അയച്ചില്ലെങ്കിൽ സൂര്യൻ ഉദിക്കൂലേ? പിന്നെ എല്ലാ ദിവസവും രാത്രി എന്നെ വിളിച്ചിട്ട് പിന്നെന്തുവാ വേറെന്തുവാ എന്തോ ഇട്ടേക്കുന്ന അങ്ങനെ ഒന്നും ചോദിക്കട്ടെ. എനിക്ക് 10 മണിയാകുമ്പോ ഉറങ്ങണം. സോഹ, എന്നും എന്നെ രാത്രി ആകുമ്പോഴത്തേക്കും കാണാതെ പോവോ? പിന്നെ എന്തിനാ രാത്രി ആകുമ്പോ ഐ മിസ് ഒന്ന് കിടന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന? ഞാൻ രാത്രി കൂട്ടുകാരായിട്ട് പറഞ്ഞു നോക്കട്ടെ. നിനക്ക് ഞാനാണ് ആ ചെലവിന് വരുന്നത്. അതാ നിന്റെ ഹോസ്റ്റലിലെ വാർഡനാ ഞാൻ. എടാ, നീ എവിടെയെങ്കിലും ഒക്കെ പോയി എന്തൊക്കെ ചോദിക്കുന്ന എന്തോത്തിനാ? എന്നെ വേണ്ടേ? ഫ്രീഡം തരുന്നു, ലോ മെയിൻ്റെനൻസ്. സോഹ, വാ, നമുക്ക് KFC പോവാം. പേടിക്കണ്ട, കൊല്ല ഫുട്പാത്തിലെ ചായക്കട. കൂട്ടുകാരന്റെ കാറ് കിട്ടിയില്ല. ഇതെന്തുവാ? കാല്. അത് മതി, വാ നടക്കാം. അയ്യോ, അമ്മയെ വിളിക്കാൻ പോണടി. നീയേ ക്യാബ് ഓട്ടോ അങ്ങനെ വിളിച്ചു 1000 രൂപ ഉണ്ട് കേട്ടാ. എന്തോ ആലോചിക്കുന്നു. ഇവിടുന്ന് നടന്ന് ചിന്നക്കട റൗണ്ടിൽ പോയിട്ട് അവിടുന്ന് 250 രൂപയുടെ ടോപ്പും 300 രൂപയുടെ പാനും മേടിച്ച് ഒരു ഐസ്ക്രീമും കുടിച്ച് 15 രൂപയ്ക്ക് ബസ് കയറി പോയാലും എന്തെങ്കിലും ബാക്കി 400 രൂപയുണ്ട്. അത് ഞാൻ എന്തോ ചെയ്യുമെന്ന് ആലോചിക്കുകയായിരുന്നു. അയ്യോ, കെട്ടിയോനാ തോന്നുന്നു. നിന്റെ ചേട്ടൻ ബിസിനസ് ട്രിപ്പിൽ പോയെന്ന് അദ്ദേഹം പറഞ്ഞേ. എന്റെ ഭാര്യ പറഞ്ഞു. എന്തുവായിരുന്നു കാണിക്കുന്നേ? പിടിയടി, എല്ലാം കിടന്ന് ബഹളും അവിടെ. എത്ര നേരം കൊണ്ട് തട്ടുന്നു? എന്താ കഥ ഓർക്ക് എത്രയും പാട്? എല്ലാം കൂടെ പഠിച്ചതാ.
കൂട്ടുകാരിയാ. ഓഹോ എത്ര നാളായി നമ്മൾ കണ്ടിട്ട് നമ്മുടെ കൂടെ പിടിച്ച എന്ത് പറയുന്നു നമ്മളെ എന്തോ മോളെ ഇത് ഞാൻ പറഞ്ഞതാ എനിക്ക് കല്യാണം വേണ്ട, എയർ ഹോസ്റ്റസ് ആവാൻ പഠിച്ചാൽ മതിയെന്ന്. നിന്നെ ഇനി ഇവിടെ നിർത്തിയോണ്ടല്ല ഞാൻ എയറിലാവും. അച്ഛന് ഞാനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ മുൻവശത്ത് 2 വാതിലുകളുണ്ട്, പിറകു വശത്ത് 2 വാതിലുകളുണ്ട്, വലത് സൈഡിൽ എമർജൻസി എക്സിറ്റും ഉണ്ട്. അച്ഛൻ അതുവഴി ഇറങ്ങി ഓടാം. മോളെ ചെക്കൻ പൈലറ്റാ. ആണോ? പൈലറ്റിന്റെ സ്വന്തം എയർ ഹോസ്റ്റസ്. അത് ലോക്കോ പൈലറ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താവും? അളിയോ വൻ സെറ്റപ്പ് ആണല്ലോ, ബാർഗുകളൊക്കെ നിൽക്കുന്നത്. പെണ്ണ്. നമസ്കാരം, പുളിവിള എയർലൈൻസിലേക്ക് സ്വാഗതം. നീ മറ്റേത് പറയടിയാ. ഏത് യാത്രയും യാത്ര കീജിയെ ഗാഡി നമ്പർ 1. ഈ പെണ്ണു കാണാൻ തുടരുന്നതിന് മുൻപ് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക. പെണ്ണിന് വട്ടുള്ള കാര്യം ബ്രോക്കർ പറഞ്ഞില്ലല്ലോ. നീ എന്തു ചെയ്യുന്ന? അല്ല സീറ്റ് ബെൽറ്റ്. സൂപ്പർ. അയ്യോ നല്ല ചേർച്ച. എന്ത് ദാരിദ്ര്യം പിടിച്ച് വീട്ടുകാരുടെ പച്ചവെള്ളവും ബോംബെ മുട്ടായിയോ. സാർ എന്താ വേണ്ടത്? ബ്രാൻഡി, വിസ്കി, ബിയർ? പണിക്കര് പറഞ്ഞ ശരിയാണോ? നിന്റെ അതേ സ്വഭാവം. എന്ത് നല്ലൊരു കുടികാരി തന്നെ കിട്ടിയല്ലോ. വേണ്ട, ടീ മതി. ടീ 500 സാർ. 500 രൂപയാ? നമ്മൾ ഒരുപാട് നല്ലത് പെണ്ണാൻ പോയിട്ട് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ജിലേബി മിച്ചറൊക്കെ കഴിച്ചിട്ടുണ്ട്. അവിടുന്ന് പെണ്ണിനെ മാത്രമേ അവന് കിട്ടിയിട്ടില്ല. അയ്യോ, അതാണല്ലോ നമ്മുടെ സിസ്റ്റം പൈലറ്റ്. അല്ല, നിങ്ങളുടെ അവിടെ എത്ര എയർ ഹോസ്റ്റസ് ഉണ്ട്? ട്രെയിനിൽ എന്തോന്ന് എയർ ഹോസ്റ്റസ്? മറ്റേത് എടാ, മറ്റേ തമിഴ്നാട് കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് കുറച്ച് എയർ ഹോസ്റ്റസ് കയറും. ഈ ഭയങ്കര ശല്യാട്ടോ. ഉറങ്ങിയണക്കെ കിടന്നാ മതി. എടാ സംഭവം മനസ്സിലായ? ഓക്സിജൻ മാസ്ക് എടുത്ത് പഠിക്കാൻ. എടാ ഇത് എയർ ഹോസ്റ്റസ് എങ്ങാണ്ട് പഠിക്കാൻ പറ്റാണ്ട് കിറാതാന്ന് തോന്നുന്നു. നിങ്ങളുടെ ഡെഡ് ബോഡി നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതമായി എത്തിക്കുന്നു. പുളിവിള എയർലൈൻസ്. ഈ ബന്ധത്തിനോട് താല്പര്യമില്ലെങ്കിൽ മുൻവശത്ത് 2 വാതിലുകളുണ്ട്, പിറകു വശത്ത് 2 വാതിലുകളുണ്ട്, വലത് സൈഡിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് പോകാം. ചുവടെയുള്ള ടിഷ്യൂ പേപ്പർ തുടയ്ക്കുക. പുളിവിള എയർലൈൻസ്. താൻ എന്ത് പണിയാ കാണിച്ചേ? അല്ല ഈ ചെറുക്കൻ നമ്മൾ എവിടെയോ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെന്നാ? എടാ നിന്റെ മോനാടാ ഇത്. അല്ല അപ്പൊ ഇതാര്? അത് മകൻ. നിന്റെ അച്ഛനും നമ്മുടെ കൊച്ചിനെ കണ്ടാ തിരിച്ചറിയത്തില്ല. നീ ഒന്ന് വീഡിയോ കോൾ ചെയ്തേ. എടാ സ്വന്തം കൊച്ചിനെ ഓർമ്മയില്ലടാ നിനക്കൊന്നും. അതൊക്കെ പോട്ടെ, ഈ കൊച്ചിന്റെ ഇവിടെ മറുകൊണ്ടാ. ഇതേ പെണ്ണുമ്പിള്ളേ, നിങ്ങളല്ലേ ഇവനെ ഒന്നും കുളിപ്പിക്കുന്നേ? അതെ, ഞാൻ എന്ന് റീൽസ് സ്ക്രോൾ ചെയ്താ കുളിപ്പിക്കുന്ന. ഒരു മിനിറ്റ് ഇപ്പൊ റെഡിയാക്കി തരാം. മോനെ നിനക്ക് മാത്സിന് എത്ര മാർക്കടാ? 99 മാർക്കുണ്ട്. നിനക്കാടാ? ഈ ചൊണ്ടാണെന്റെ മോൻ. നീ വാ. എന്തൊരു സത്യസന്ധതയാടാ. എന്നാലും ഇതെങ്ങനെ മാറിപ്പോയി? എടോ താൻ ലോക സിനിമ കാണാൻ പോയ ഓർമ്മയുണ്ടോ? അതിന് ടോവിനോട് സീൻ വരുന്നതിന് മുമ്പ് അടുത്ത് കൊച്ചിനെ വലിച്ചിറക്കൊണ്ട് പോയ ഓർമ്മയുണ്ടോ? അങ്ങൊരു സീൻ ഉണ്ടായിരുന്നു. അല്ല അതൊക്കെ പോട്ടെ, ഇത് നിന്റെ കൊച്ചാണെന്ന് ഉറപ്പ്. ഇത് നല്ല ഉറപ്പുണ്ട് കേട്ടാ. അച്ഛാ, ഇവിടെ ആദ്യമില്ല മഞ്ഞളും ഇല്ലാതെ ഒരു കോപ്പുമില്ല. ഈ പൊട്ടൻ ഇവിടെ ഇരുന്ന് മൊത്തം ഗെയിം കളിച്ചോണ്ടിരുന്നേ. ആർക്കും മിണ്ടാത്ത കൊച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് കൂടെ ഇവിടെ നിന്നേ എന്റെ അച്ഛനെ വിളിക്കുന്നുണ്ട്. എക്സ്ചേഞ്ച് ചെയ്യുന്ന കൊച്ചിനെ. ഇനി മേല തിയേറ്റർ ലൈറ്റ് ഓഫ് ആവാൻ ഇറങ്ങാൻ പാടില്ല അല്ലേടി? അയ്യോ അപ്പൊ എന്റെ ഭാര്യ. അത് പോട്ട് പുല്ലി കൊള്ളാൻ. അതെ ഞാനങ്ങോട്ട് ആക്കണോ?